ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു ചെറിയ കഥയുണ്ട്. ഈശോ സ്വർഗാരോഹണം ചെയ്തു ചെന്നപ്പോൾ ഒരു കുഞ്ഞു മാലാഖ വന്ന് ഈശോയോട് ചോദിച്ചു, അങ്ങ് ഭൂമിയിൽ കുറെ കാര്യങ്ങളെല്ലാം ചെയ്തല്ലോ, എന്നിട്ട് ഇങ്ങോട്ട് പോന്നപ്പോൾ അതൊക്കെ അവിടെ തുടരാൻ അങ്ങ് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? ഈശോ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, ഉണ്ടല്ലോ, ഞാൻ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതെ, ഇന്ന് തിരുസഭാ മാതാവ് ആ 12 അപ്പസ്തോലന്മാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മാമോദീസ എന്ന വിശുദ്ധ കൂദാശ സ്വീകരിച്ച നമ്മുടെ ഓരോരുത്തരുടെയും തിരുനാൾ കൂടിയാണെന്ന് പറയാം. ഈശോയ്ക്ക് നമുക്ക് പകർന്നു തരുവാനും പഠിപ്പിക്കാനുമുള്ളതെല്ലാം ഈ 12 പേരെ കൂടെ നടത്തി പറഞ്ഞും കാണിച്ചും അനുഭവിപ്പിച്ചും കൊടുത്തു. ശേഷം മുഴുവനും കൂടി അപ്പോൾ അവർക്ക് ഗ്രഹിക്കാൻ പറ്റില്ലാത്തതിനാൽ പരിശുദ്ധാത്മാവിനെയും കൊടുത്തു. മാമോദിസായിലൂടെ രാജകീയ പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്ന നാം ഇവ ജീവിക്കുവാൻ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് അവയുടെ പിന്തുടർച്ചക്കാരായി നിൽക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം വലുതാണ്. വി ആർ ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺസ് എന്നത് മറക്കാതിരിക്കാം. ഭൗതിക ലോകത്തിന്റെ അടിമത്തത്തിൽ കുടുങ്ങിക്കിടന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ശക്തിയെ നാം തന്നെ തിരിച്ചറിയാതെ പോകരുത്. മാമോദീസായ്ക്ക് പുറത്തുള്ള ജനം പോലും പലപ്പോഴും നമ്മുടെ ശക്തി തിരിച്ചറിയുന്നുണ്ട്. ചിലർ അതിനെ ആദരിക്കുന്നു, എന്നാൽ ചിലർ അതിനെ ഭയപ്പെടുന്നു. അന്ന് ഇസ്രായേൽ ജനത്തോടുണ്ടായിരുന്നത് പോലെ തന്നെ നമുക്ക് ലഭിച്ച രാജകീയ പൗരോഹിത്യത്തിന് നന്ദി പറയുന്നതിനോടൊപ്പം ദാനമായി ലഭിച്ച ഈ പദവിക്ക് മുമ്പിൽ നമുക്ക് താഴ്മയുള്ളവരാകാം. ഞാൻ അംഗമായ തിരുസഭയെ ഉണർത്തേണ്ടത് ഞാനാണെന്ന തിരിച്ചറിവോടെ നമുക്ക് പ്രവർത്തിക്കാം.